നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം യേശുവിനെ ദൂരെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവും യോഹന്നാനും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് വളർന്നത്. യോഹന്നാൻ ലേവി ഗോത്രക്കാരനാണ്, ഒരു പുരോഹിതൻ്റെ മകനാണ്. ആ പുരോഹിതനും ഭാര്യയ്ക്കും വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ്. അതുകൊണ്ട് സഖറിയാവും എലിസബത്തും യോഹന്നാൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു കാണും. പിന്നീട് അവരെക്കുറിച്ചൊന്നും നാം വായിക്കുന്നില്ല. യോഹന്നാൻ യഹൂദ്യ മരുഭൂമിയിലെ ഏതോ ആശ്രമത്തിൽ വളർത്തപ്പെട്ടു എന്ന് കരുതാൻ കാരണം അക്കാലത്ത് ഒരുപാട് ഭക്തി പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, പരീശന്മാര്, ശാസ്ത്രിമാര്, സാധൂക്യര്, ഹേരോദ്യര്, പിന്നെ എരിവുകാര്, എസ്സേന്യര്, ഇവരൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനങ്ങളാണ്. ഭക്തി പ്രസ്ഥാനങ്ങളല്ലെങ്കിൽ അവര് സാമൂഹ്യ സംഘടനകളായി. അതിൽ എസ്സേന്യർ അതീവ ഭക്തരായിരുന്നു. അവർ സാധാരണ ഭക്ഷണം കഴിക്കുകയില്ല, സാധാരണ വസ്ത്രം ധരിക്കുകയില്ല, അങ്ങനെയുള്ള ആളുകളായിരുന്നു. ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ അങ്ങനെയുള്ള ആശ്രമത്തിൽ പരിശീലനം നേടിയ ആളായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവന് തന്നെ വെളിപ്പെടുത്തുന്നതിന് മുൻപ് മരുഭൂമിയിലായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ യേശു ഒരു വീട്ടിലാണ് വളർത്തപ്പെട്ടത്. 30 വയസ്സുവരെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് അവിടുത്തെ മൂത്ത മകൻ ആയതുകൊണ്ട് ആ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തൊഴിലുമൊക്കെ ചെയ്ത് ആണ് യേശു 30 വയസ്സ് വരെ ജീവിച്ചത്. ഇവർ തമ്മിൽ കണ്ടിട്ടേയില്ല. യേശുവിൻ്റെ അമ്മ മറിയാമും യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ എലിസബത്തും തമ്മിൽ അവർ ചാർച്ചക്കാരാണ്. ഒരകന്ന ബന്ധം അവർക്കുണ്ട്. പക്ഷേ അവർ തമ്മിൽ ഇതുവരെയും ഈ 30 വർഷത്തിനിടയ്ക്ക് അവർ തമ്മിൽ ഒരിക്കലും കാണാനോ പരിചയപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല. എന്നാൽ യോഹന്നാൻ്റെ 6 മാസത്തെ ശുശ്രൂഷയാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. അത് എൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം വരും, മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ളവൻ എൻ്റെ പിന്നാലെ വരും, ഒരുങ്ങുക എന്നുള്ള ആ കാര്യമാണ് യോഹന്നാൻ്റെ ശുശ്രൂഷ. ഒരു രാജാവ് വരുമ്പോൾ മുന്നോടിയായിട്ട് ആളുകൾ വിളംബരം ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു, നീ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നീ ആരെക്കുറിച്ച് പറയുന്നുവോ അത് ആ വരുന്ന ആളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം, യേശു ഒരു ചോരക്കുഞ്ഞായി ഇരുന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തിൽ യോസേപ്പ് മറിയാമ്മയോട് കൊണ്ടുവന്നപ്പോൾ ശിമ്യോൻ എന്ന വൃദ്ധനോട് ദൈവാത്മാവ് പറഞ്ഞു, ആ മറിയാമിൻ്റെ കയ്യിലിരിക്കുന്നതാണ് മശിഹ. നീ കാത്തിരിക്കുന്ന, നീ കാണാൻ കൊതിച്ചിരിക്കുന്ന ആ ലോകരക്ഷിതാവ് ആ ദമ്പതികളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണ്. ആ വൃദ്ധൻ ഓടിച്ചെന്ന് കുഞ്ഞിനെ ചോദിച്ചു, വാങ്ങി കയ്യിലെടുത്തിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്കിനി കണ്ണടയ്ക്കാം, ഞാൻ കാണേണ്ടവനെ കണ്ടുവല്ലോ. ഇവിടെ യോഹന്നാൻ സ്നാപകൻ എന്നും അതുപോലെ തന്നെ ദൈവാത്മാവ് പറഞ്ഞു കൊടുത്തു, ആ വരുന്നയാളാണ്, ഒട്ടും വൈകിയില്ല, നീയാണോ ലോകരക്ഷിതാവ്
എന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. ദൈവാത്മാവ് പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് യഹൂദന്മാർക്ക് ആ യൂസേജ് പരിചയമുണ്ട്. കാരണം മഹാപാപരിഹാര ദിവസത്തിൽ 2 ആടുകളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. അതിൽ ഒരാടിനെ യാഗം ആക്കണം. മറ്റേ ആടിൻ്റെ തലയിൽ ഇസ്രായേലിൻ്റെ മൊത്തം പാപം ചുമത്തിയിട്ട് അതിനെ ഒരാളുടെ കൈവശം മരുഭൂമിയിലേക്ക് കൊടുത്തയക്കണം. മരുഭൂമിയിൽ അല്ലെങ്കിൽ കാട്ടിൽ, കൊടുങ്കാട്ടിൽ എത്തിക്കഴിയുമ്പോൾ ആ മനുഷ്യന് തിരികെ പോരാ. ഈ ആടിൻ്റെ ഒരു പ്രത്യേകത, അതിനൊരിക്കലും അതിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ശാലയിലേക്ക് തനിയെ വരാൻ സാധിക്കുകയില്ല. തനിയെ വരാനുള്ള ചിന്തയും അതിനില്ല. അത് എന്തെങ്കിലും പുല്ല് കണ്ടാൽ, ഒരു തീറ്റി കണ്ടാൽ അത് തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുമെന്നല്ലാതെ എനിക്ക് മറ്റാടുകളുടെ കൂടെ എൻ്റെ വീട്ടിലേക്ക് ഇടയൻ്റെ അടുത്തേക്ക് വരണമല്ലോ എന്നുള്ള ഒരു ചിന്തയുള്ള ഒരു ജീവിയല്ല ആട്. തീർച്ചയായിട്ടും ആ ആട് ദുഷ്ടജന്തുക്കളാൽ പറിച്ചു കീറപ്പെടുകയുള്ളൂ. അപ്പോൾ ഇസ്രായേലിൻ്റെ പാപം തലമേലേറ്റിക്കൊണ്ട് മരുഭൂമിയിലേക്ക് പോയ ആട് ചീന്തപ്പെടുന്നത് പോലെ നമ്മുടെ കർത്താവ് മനുഷ്യൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ഏകനായിട്ട് മലയിലേക്ക്, കാട്ടുപ്രദേശത്തേക്ക് പോകാനിടയാകും. അത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എനിക്ക് പിൻപേ വരുമെന്ന് പറഞ്ഞവൻ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനും അവനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് യോഹന്നാൻ യേശുവിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെയൊക്കെ പാപം ചുമക്കുവാനാണ്, ദൈവത്തിൻ്റെ ബലിമൃഗമാകാനാണ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ കുറ്റമേറ്റെടുത്ത, നമ്മുടെ സ്ഥാനത്ത് കുറ്റവാളിയെപ്പോലെ നിന്ന, നമുക്ക് വേണ്ടി സകലതും കൊടുത്തു തീർത്ത യേശുവിനെ നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.